ഏതാനും മണിക്കൂറുകളിൽ ഞാനും എൻ്റെ മകളും എൻ്റെ കുടുംബവും വെറും കള്ളന്മാരായിപ്പോയി, സമൂഹത്തിന് മുമ്പിൽ വെറും കള്ളന്മാരായിപ്പോയി. കാരണം ഞാൻ പലപ്പോഴും ആവർത്തിച്ചുകൊണ്ട് ആവർത്തന വിരസത ഉണ്ടാക്കുന്നില്ല. ഒരിടത്തും ഞങ്ങൾക്കെതിരെ ഒരു കേസുമില്ല, ഒന്നുമില്ല. ഇന്നേ വരെ മോശമായിട്ട് പ്രവർത്തിച്ചതോ സംസാരിച്ചതോ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം. അങ്ങനെ ഞങ്ങളുടെ വിഷമ സമയത്ത് ഞങ്ങളെ സഹായിച്ച പത്രമാധ്യമ മീഡിയ രംഗത്തെ എല്ലാ സൗകര്യങ്ങൾക്കും ഒപ്പം പൊതു മക്കൾക്കും, അതായത് കേരളത്തിലെ പൊതുസമൂഹത്തിനോടും ഞങ്ങൾ എന്നും കടപ്പെട്ടിരിക്കും. നന്ദി പറയുകയാണ്. കാരണം സാധാരണക്കാരനായ ഒരാൾക്ക് പോലും തോന്നും, ആദ്യം പരാതി കൊടുക്കുന്നവർക്ക് അവരുടെ കാര്യം അന്വേഷിക്കുക എന്ന് വെച്ചാൽ മറ്റവരുടെ അന്വേഷിക്കേണ്ടെന്ന് ഒരിക്കലും പറയില്ല. രണ്ടും അന്വേഷിക്കണം. പക്ഷേ ആദ്യം അന്വേഷിക്കേണ്ടത് ആരുടെയാണ്? ഒരു ചീറ്റിംഗ് നടന്നു, അവർ കൊടുത്ത പരാതി അന്വേഷിക്കുക. അതിൽ നടപടി ഉണ്ടാകുമ്പോൾ ഞങ്ങൾ കുറ്റക്കാരാണെങ്കിൽ അവരുടെയും പരാതി കിടക്കുകയാണ്. അതേ സമയം വേണമെങ്കിൽ അന്വേഷിച്ചോട്ടെ. അതിന് പകരം എന്ത് പറ്റിയെന്ന് വെച്ചാൽ കുറ്റം ചെയ്തവരുടെ പരാതിയുടെ പുറത്ത് അന്വേഷണം നടത്തി പെട്ടെന്ന് നടപടിയിലോട്ട് പോയി. എഫ്ഐആറിൽ ഇട്ട വകുപ്പുകൾ എന്താ നിങ്ങൾക്കും അറിയാം. ജയിലിടിഞ്ഞ വിളി വരത്തില്ല. അപ്പോൾ ഇതിനകത്ത് മറ്റെന്തൊക്കെയോ താല്പര്യം പോലെ തോന്നി. ഞാനതുകൊണ്ട് വളരെ താഴ്മയോടെ ഇതിനകത്ത് ആരെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയക്കാർ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഈ രാഷ്ട്രീയ സംഭവം വെച്ച് എന്നെ നിങ്ങൾ എന്ത് വേണോ പറഞ്ഞുകൊണ്ട് ചെയ്തോളൂ. കുടുംബത്തിൽ വലിച്ചഴയ്ക്കാതിരിക്കുക. പിന്നെ ഈ ഇലക്ഷൻ വരുന്നത് കൊണ്ട് ഇയാളെ എന്തെങ്കിലും ചെയ്യാമെന്ന് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ഈ ഇലക്ഷൻ നിൽക്കാൻ ഒരിക്കലും താല്പര്യം കാണിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണ് കൃഷ്ണകുമാർ. പാർട്ടിയിൽ വന്നു. ഞാൻ ജീവിക്കുന്നതും എൻ്റെ ഓഫീസും എൻ്റെ പ്രവർത്തന മേഖലയുമായി വട്ടിയൂർക്കാവിൽ എനിക്ക് ഇലക്ഷൻ നിൽക്കണമെന്ന് എൻ്റെ പാർട്ടിയോട് പറഞ്ഞാൽ എനിക്ക് ആ നിമിഷം അടിച്ചു തരും. പക്ഷേ എൻ്റെ അടുത്ത് പാർട്ടി പറഞ്ഞത് നിങ്ങൾ സെൻട്രലിൽ പോയി നിൽക്കൂ, തിരുവനന്തപുരം. ഒരു അക്ഷരം എതിര് വരാതെ ഞാൻ അവിടെ പോയി നിന്നു. വീണ്ടും തിരുവനന്തപുരം ലോക്സഭ ഇലക്ഷൻ വന്നപ്പോൾ എനിക്ക് തിരുവനന്തപുരം ചോദിച്ചാൽ തരും. എന്നോട് പറഞ്ഞു കൊല്ലത്ത് പോയി നിൽക്കാൻ. നിങ്ങൾക്കെല്ലാം അറിയാം ഞാൻ അവിടെ നിന്നാ അവിടെ ഒരിക്കലും ജയിക്കില്ലെന്നറിയാം. എന്നിട്ട് പാർട്ടി പറയുന്ന അനുസരിച്ച് ഞാൻ പോയി നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഇന്നടത്ത് നിൽക്കണമെന്നൊന്നും താല്പര്യമുള്ള ഒരാളല്ല. അങ്ങനത്തെ വല്ല താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ഇതിൽ നിന്ന് പിന്മാറണം. ഈ കുടുംബത്തെ ഇതിനകത്ത് വലിച്ചടിച്ച് ദ്രോഹിക്കരുതെന്ന് വളരെ താഴ്മയായിട്ട് പറയുകയാണ്. ഏതെങ്കിലും രാഷ്ട്രീയക്കാർ ഏത് പാർട്ടി എന്നൊന്നും പറയുന്നില്ല. കാരണം എനിക്കങ്ങനെ ശത്രുത വെക്കുന്ന ഒരാളല്ല. ഈ വിഷയം കടുത്തപ്പോൾ പോലും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഞാൻ നേരെ പോയത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ്. എൻ്റെ പാർട്ടിയുടെ ഒരു രാഷ്ട്രീയക്കാരെയും ഞാൻ ഇതിനകത്ത് വലിച്ചടച്ചില്ല. ഒരു രാഷ്ട്രീയ